ജാട്ട് വിഭാഗത്തിന് ഒബിസി സംവരണം അനുവദിക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനം. ഇതിനായി ഉന്നത അധികാര സമിതി ഉടൻ രൂപീകരിക്കുമെന്നും കേന്ദ്രം അറിയിച്ചു. വരുന്ന ഹരിയാന നിയമസഭാ സമ്മേളനത്തിൽ ഇതിനുള്ള സംവരണ ബില്ല് പാസാക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ജാട്ടുകളുടെ പ്രക്ഷോഭം ഇന്നും ശക്തമായി തുടരുകയാണ്. കലാപത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ആയി. ഒബിസി പട്ടികയിൽ സമുദായത്തെ കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ജാട്ട് വിഭാഗം നടത്തുന്ന പ്രക്ഷോഭം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹരിയാനയിലെ 19 ജില്ലകളിലും വ്യാപിച്ച സംഘർഷത്തിൽ നിരവധി റെയിൽവേ സ്റ്റേഷനുകൾ അഗ്നിക്കിരയായി. ദില്ലി ഹരിയാന അതിർത്തിയിലെ ഗുർഗാവിലെ ധ്യാൻകോട്ട് റെയിൽവേ സ്റ്റേഷന്റെ ടിക്കറ്റ് കൗണ്ടർ തീവയ്പിൽ പൂർണ്ണമായും നശിച്ചു. 1000-ഓളം ട്രെയിൻ സർവീസുകൾ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തതായി നോർത്ത് റെയിൽവേ അറിയിച്ചു. നിരവധി പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. പെട്രോൾ പമ്പുകളെയും പ്രക്ഷോഭകാരികൾ വെറുതെ വിടുന്നില്ല. ദില്ലിയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന കനാൽ പ്രക്ഷോഭകാരികൾ അടച്ചിരുന്നു. ഇത് തുറക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ദില്ലിയിൽ ജലദൗർലഭ്യം രൂക്ഷമായി. തിങ്കളാഴ്ച മുതൽ വെള്ളം ലഭിക്കില്ലെന്ന് ദില്ലി സർക്കാരും അറിയിച്ചു. അതിനാൽ സർക്കാർ ഓഫീസുകൾക്കും സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി സ്ഥിതിഗതികൾ വിലയിരുത്തി. 49 കമ്പനി അർദ്ധസൈനിക വിഭാഗത്തെ കൂടുതലായി നിയോഗിച്ചതായി ഹരിയാന DGP YP സിംഗൾ അറിയിച്ചു. കൂടാതെ കരസേനാ വിഭാഗത്തെ ഹെലികോപ്റ്റർ മാർഗം എത്തിക്കും. ഇതിനിടയിൽ സമുദായ സംവരണം ആവശ്യപ്പെട്ട് നടക്കുന്ന സമരത്തിന് പിന്തുണയുമായി ഹരിയാന മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡ ദില്ലിയിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് ജാട്ട് പ്രക്ഷോഭകർ തടഞ്ഞു. ഹരിയാനയിലെ മദ്രാസ് സ്റ്റേഷനിലാണ് ട്രെയിൻ തടഞ്ഞത്. യാത്രക്കാരെ പ്രക്ഷോഭകർ കയ്യേറ്റം ചെയ്തു. ഇതേ തുടർന്ന് ട്രെയിൻ ദില്ലിയിലേക്ക് തിരിച്ചുവിട്ടു. രാവിലെ 11:30യോടെയായിരുന്നു തിരുവനന്തപുരത്തേക്കുള്ള കേരള എക്സ്പ്രസ് ദില്ലിയിൽ നിന്നും യാത്ര തിരിച്ചത്. ട്രെയിൻ ഹരിയാനയിലേക്ക് കടന്നതോടെയായിരുന്നു ജാട്ട് പ്രക്ഷോഭകർ ആയുധങ്ങളുമായി ഇരമ്പിയെത്തിയത്. മധുര സ്റ്റേഷനെത്തുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ആക്രമണം. ഇരുമ്പ് കമ്പികളും വടികളും കല്ലുകളുമായാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള അക്രമികളെത്തിയതെന്ന് ട്രെയിനിലുണ്ടായിരുന്നവർ പീപ്പിളിനോട് പറഞ്ഞു. കോച്ചുകളിലെ വാതിലും ജനലുമൊക്കെ അടച്ചാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. അക്രമികൾ S4 കോച്ച് പൂർണ്ണമായും തകർത്തു. അക്രമികൾ മണിക്കൂറുകളോളം അഴിഞ്ഞാടുമ്പോഴും റെയിൽവേ പോലീസോ ലോക്കൽ പോലീസോ സംഭവ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നും ആരോപണമുണ്ട്. 4 മണിക്കൂർ നേരം മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഭീതിയുടെ മുൾമുനയിലായിരുന്നു. പിന്നീട് വൈകുന്നേരത്തോടെ ട്രെയിൻ ദില്ലിയിലേക്ക് തിരിച്ചുവിട്ടു. കേരള എക്സ്പ്രസ് ഇനി എപ്പോൾ കേരളത്തിലേക്ക് തിരിക്കുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. PV കുട്ടൻ, കോഴിക്കോട്. തന്നെയും സർക്കാരിനെയും തകർക്കാൻ ഗൂഢാലോചനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗൂഢാലോചനയിൽ വിദേശ സഹായം കൈപ്പറ്റുന്ന NGOകൾക്ക് പങ്കുണ്ടെന്നും മോദി. അപമാനിച്ചു തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കനയ്യ ദേശദ്രോഹി എന്ന സ്വപ്നത്തിൽ പോലും കരുതരുതെന്ന കനയ്യയുടെ സഹോദരൻ. കനയ്യയുടെ അറസ്റ്റ് കഴിഞ്ഞതിനെ തുടർന്ന് ദില്ലിയിലെത്തിയതാണ് കനയ്യയുടെ ബന്ധുക്കളും സഹോദരനും. ബീഹാറിലെ ഗ്രാമം മുഴുവൻ തങ്ങൾക്ക് സുരക്ഷയൊരുക്കി ഒപ്പമുണ്ടെന്നും സഹോദരൻ പീപ്പിൾ TVയോട് പറഞ്ഞു. ബീഹാറിലെ ലെനിൻ കോട്ട എന്നറിയപ്പെടുന്ന ബെഗുസറായി ജില്ലയിൽ ബിഹാട്ട് ഗ്രാമസ്വദേശിയാണ് കന്നയ്യകുമാർ. കന്നയ്യകുമാറിന്റെ അറസ്റ്റ് അറിഞ്ഞ് സഹോദരനും ബന്ധുക്കളും ദില്ലിയിലെത്തി. പാർട്ടി നേതാക്കൾ CP ആസ്ഥാനമായ അജോയ് ഭവനിൽ ഇവർക്ക് താമസമൊരുക്കിയിട്ടുണ്ട്. കന്നയ്യ ദേശദ്രോഹി എന്ന BJP നേതാക്കൾ മുദ്ര കുത്തുന്നതിലെ വേദന സഹോദരൻ മണികാന്ത് സിംഗ് പീപ്പിൾ TVയോട് പങ്കുവച്ചു. സ്വപ്നത്തിൽ പോലും ആരും ഇങ്ങനെ കരുതരുതെന്നും കന്നയ്യയുടെ സഹോദരൻ പറഞ്ഞു. ഗ്രാമം മുഴുവൻ തങ്ങൾക്കൊപ്പമുണ്ട്. അതിനാൽ തന്നെയാണ് പോലീസ് സുരക്ഷാ വാഗ്ദാനം വേണ്ടെന്ന് വച്ചതും. തളർന്നു കിടക്കുന്ന അച്ഛനും അംഗൻവാടി ജീവനക്കാരിയായ അമ്മയ്ക്കും താങ്ങാനാവുന്നതല്ല കന്നയ്യക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളെന്നും സഹോദരൻ പറഞ്ഞു. കന്നയ്യയെ തീഹാറിലെത്തിക്കാണാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. രാജ്യദ്രോഹി എന്ന് വരുത്തി തീർക്കാനുള്ള അധികാര ശ്രമങ്ങളെ ഒരു ജനതയുടെ മുഴുവൻ വിശ്വാസങ്ങളോടെയും എതിരിടാനാകുമെന്ന പ്രതീക്ഷയാണ് ഇവർ പങ്കുവച്ചത്. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്രത്തിൽ RSSനെ എതിർത്താൽ രാജ്യദ്രോഹമെന്ന് തോമസ് ഐസക്. കേരളത്തിൽ RSSനെ എതിർത്താൽ UAP ആണെന്നും തോമസ് ഐസക് കോഴിക്കോട് പറഞ്ഞു. ഡൽഹിയിലെ RSSനെ എതിർത്താൽ അത് രാജ്യദ്രോഹമാണ്. കേരളത്തിലെ RSSനെ എതിർത്ത് കഴിഞ്ഞാൽ അത് UAP ആണ്. ഇവിടെ ആ രാഷ്ട്രീയ സംഘടനത്തിൽ ജയരാജന് പങ്കുണ്ടെന്ന് സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസെടുക്കട്ടെ, അന്വേഷിക്കട്ടെ, ആരും ഇതിലല്ല. പക്ഷെ എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറിയെ ഭീകരനായിട്ട് മുദ്ര കുത്തുന്നത്? അത് രാജ്നാഥിൻ്റെ പണിയാണ് എന്നുള്ളത് ഉമ്മൻചാണ്ടി തിരിച്ചറിയണം.
JNU സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്യാമ്പസുകളിൽ പ്രതീകാത്മക രാജ്യസ്നേഹ പരീക്ഷ നടത്താൻ SFI ഒരുങ്ങുന്നു. SFIയുടെ പതാക കൈവശം വയ്ക്കുന്ന വിദ്യാർത്ഥികളെ പോലും ദില്ലിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. രാജ്യമെമ്പാടും SFI പ്രവർത്തകർക്കും ഓഫീസുകൾക്കും നേരെ സംഘപരിവാർ പ്രവർത്തകർ ആക്രമണം വ്യാപിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് രാജ്യസ്നേഹ പരീക്ഷ നടത്തുന്നതെന്ന് SFI ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മനുഷ്യർ ഭരണകൂട ഭീകരതയുടെ ഇരകളാക്കപ്പെടുന്ന നടുക്കുന്ന കഥകളാണ് ദിനംപ്രതി രാജ്യതലസ്ഥാനത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അക്രമികളായ സ്വയം സേവകർക്ക് സംരക്ഷണം കൊടുക്കുകയും പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന പോലീസ് RSS ഭീകരതയുടെ പശ്ചാത്തലത്തിലാണ് പ്രതീകാത്മക രാജ്യസ്നേഹ പരീക്ഷ നടത്താൻ SFI തീരുമാനിച്ചത്. വരുന്ന ഫെബ്രുവരി 23-ന് സംസ്ഥാനത്തെ എല്ലാ കലാലയങ്ങളിലും പരീക്ഷ നടക്കും. വിജയിക്കുന്നവർക്ക് രാജ്യസ്നേഹ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. വരുന്ന 26-ാം തീയതി റെഡ് റോസ് റവല്യൂഷൻ എന്ന പേരിൽ ക്യാമ്പസുകളിൽ അസഹിഷ്ണുതയ്ക്കെതിരായ സമരം നടത്തുമെന്നും SFI ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം SFIയുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സഖാക്കളെ അറസ്റ്റ് ചെയ്യുന്നത് SFIയുടെ പതാക ബാഗിൽ വെച്ചു എന്നുള്ള കുറ്റത്തിലാണ്. ബാഗിൽ വെച്ചു SFIയുടെ പതാക എന്നുള്ള കുറ്റത്തിന് സഖാക്കളെ അറസ്റ്റ് ചെയ്ത് 2 മണിക്കൂറിലധികം കസ്റ്റഡിയിൽ വെക്കുന്ന സ്ഥിതിയാണ്. രാജ്യത്താർക്കും ജീവിക്കാനുള്ള സുരക്ഷിതത്വം ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ജയിലിലേക്ക് വന്ന് കിടന്നോളൂ, അവിടെ നിങ്ങൾക്ക് തടവറയിൽ നിങ്ങൾക്ക് എല്ലാ സുരക്ഷിതത്വവും കിട്ടുമെന്ന് പറയുന്നത് പോലെയാണ്. ക്യാമ്പസുകളിൽ SFIയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിക്കാനും കൃഷിയിലൂടെ ലഭിക്കുന്ന പണം സാന്ത്വന കേന്ദ്രങ്ങൾക്ക് കൈമാറാനും SFI തീരുമാനിച്ചു. വാർത്താസമ്മേളനത്തിൽ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു, സംസ്ഥാന ഭാരവാഹികളായ ജെയ്ഷ് C തോമസ്, M വിജിൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പരസ്യമായി BDJS സഖ്യമില്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ വ്യക്തമാക്കുമ്പോഴും രഹസ്യ പിന്തുണ തേടി മുഖ്യമന്ത്രി. SNDP കോട്ടയം യൂണിയൻ സംഘടിപ്പിച്ച പരിപാടിയിൽ വെള്ളാപ്പള്ളിയുമായുള്ള അകൽച്ച കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ട് മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയും തമ്മിൽ കണ്ടു. മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത മന്ത്രിമാരായ KC ജോസഫും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചടങ്ങിനെത്തിയിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ തിരിച്ചടിയുണ്ടായപ്പോൾ BDJS കൂടുതൽ പരിക്കേൽപ്പിച്ചത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസിനൊപ്പം നിന്ന ഈഴവ സമുദായ അംഗങ്ങളിൽ നല്ലൊരു വിഭാഗമാണ് BJP സഖ്യത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ തിരിച്ചടികൾ മറികടക്കാനും കോൺഗ്രസ് അനുകൂല വോട്ടുകളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനുമുള്ള ശ്രമത്തിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മുൻ കോൺഗ്രസ് നേതാവ് VR രാമൻകുട്ടിയുടെ മകൻ R രാജീവ് സെക്രട്ടറിയായുള്ള കോട്ടയം യൂണിയന്റെ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാനെത്തിയത് മഞ്ഞുരുക്കി BDJSുമായി സഖ്യസാധ്യതയിലേക്ക് പോകാനുള്ള നീക്കത്തിന്റെ തുടക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. വെള്ളാപ്പള്ളിയുമായുള്ള അകൽച്ച കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത മന്ത്രിമാരായ KC ജോസഫും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചടങ്ങിനെത്തിയിരുന്നു. ഇവരുടെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വാനോളം പുകഴ്ത്തിയ വെള്ളാപ്പള്ളി BJPയുമായി യാതൊരു ധാരണയില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത്. കേരളം കണ്ടെത്തിയ ഏറ്റവും പ്രഗത്ഭനും അതോടൊപ്പം തന്നെ ഇത്തരം മെയ്വഴക്കമുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ സ്വാമിജി? ജാതി സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ദോഷം ചെയ്യുമെന്ന് KPCC പ്രസിഡന്റ് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി വെള്ളാപ്പള്ളിയുമായി ചേർന്ന് രഹസ്യബാന്ധവത്തിന് ശ്രമിക്കുന്ന ഉമ്മൻചാണ്ടി UDF BJP രഹസ്യബാന്ധവത്തിന്റെ അംബാസഡറായിട്ടാണ് വെള്ളാപ്പള്ളിയെ കാണുന്നത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഉമ്മൻചാണ്ടിക്കെതിരെ ഒളിയമ്പുമായി രമേശ് ചെന്നിത്തല. കളങ്കിതർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി ആരെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. സാധാരണഗതിയിൽ കോൺഗ്രസ് അങ്ങനെ ആരെങ്കിലും ഒരാളിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രൊജക്ട് ചെയ്യാറില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഹൈക്കമാൻഡാണ് അത് തീരുമാനിക്കുന്നത്. ആരെ പറ്റിയും ഒരു ധാരണ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കും, ഞാൻ പോലും മത്സരിക്കണമെന്നുള്ള പാർട്ടി തീരുമാനിച്ചിട്ടില്ല. അതെല്ലാം പാർട്ടി തീരുമാനിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഹൈക്കമാൻഡ് ഇടപെടുന്നു. ചർച്ചകൾക്കായി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും നാളെ ദില്ലിയിലെത്തും. ഉമ്മൻചാണ്ടിയും രമേശും കൂടാതെ സുധീരനും മത്സരരംഗത്തുണ്ടായേക്കുമെന്നാണ് സൂചന. ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും KPC അധ്യക്ഷനും നാളെ ദില്ലിക്ക് പോകും. സോളാർ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ മുന്നണിയുടെ പ്രതിച്ഛായയെ ബാധിച്ചെന്ന ആക്ഷേപം സുധീരനും ചെന്നിത്തലയ്ക്കുമുണ്ട്. നിലവിലത്തെ സാഹചര്യം സംസ്ഥാന നേതാക്കൾ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കും. സംസ്ഥാനത്തെ നേതാക്കന്മാർക്കിടയിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഗുലാം നബി ആസാദ് റിപ്പോർട്ടും ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. ഈ റിപ്പോർട്ട് കൂടി അടിസ്ഥാനമാക്കിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ മാത്രം ഉയർത്തി കാട്ടേണ്ടതില്ലെന്നും 3 പേരും മത്സരിക്കട്ടെയെന്നും ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത്. നാളെ വൈകിട്ട് 5:30 ദില്ലിയിലാണ് ചർച്ച നടക്കുക. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.